ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ അടുത്ത വീഡിയോ കണ്ടത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്തതാണ് നമ്മൾ. അപ്പോൾ ശ്രീനിയും സായിനിയും ശ്രീകൃഷ്ണനും രാധയൊക്കെ ആക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തലേന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി രാവിലേക്ക് തോന്നിയൊന്ന് ചെയ്യാം, കാരണം എല്ലാവരും ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. എല്ലാ മക്കളും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളും ചെയ്യിക്കണമെന്നല്ലേ. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല കേട്ടോ. കിരീടം അതൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചറിയാം, ഗിൽറ്റ് പേപ്പർ വാങ്ങിയിരുന്നു കേട്ടോ. ഗിൽറ്റ് പേപ്പർ ഇപ്പം ഞാൻ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പറൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ പഴയൊരു നോട്ട് പുസ്തകത്തിൻ്റെ ഒരു 3-4 പേജ് കീറി അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് കിരീടത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെട്ടിയിട്ടോ. അത് കണ്ട ഗിൽറ്റ് പേപ്പറിൽ വെച്ച് ഒട്ടിച്ചിട്ടാണ് പിന്നെ അത് ആ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടിയെടുത്തത്. ഇതൊക്കെ രാവിലെ തന്നെ പോയിട്ട് വീഡിയോ നിന്നൊക്കെ ഒപ്പിച്ച് വാങ്ങിയതാണ് കേട്ടോ. കാരണം പറഞ്ഞേ തലേന്ന് നമുക്ക് പ്ലാൻ ഇല്ല, ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം തീവ്രമായത് രാവിലെയാണ്. നമ്മൾ അയൽവക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും മക്കളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ചെയ്യണം തോന്നി. പിന്നെ മക്കളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രാധയാവണോ കണ്ണനാവണോ വെച്ചപ്പോൾ ഒരാൾക്കും പിന്നെ എന്താ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. ആദ്യമായിട്ടാവല്ലേ. ഇതിന് മുന്നേ വെറുതെ കഴിഞ്ഞാലൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെറുതെ ഒരുക്കി കൊടുക്കുന്നല്ലാതെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ട കിരീടമൊക്കെ വെട്ടി റെഡിയാക്കിട്ടോ. അപ്പോൾ അതിന് ഡെക്കറേഷൻ വേണമല്ലോ. അപ്പോൾ ഈ പഴയ ഡ്രസ്സിൻ്റെ കുറച്ച് മിററുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഡ്രസ്സ് ഇങ്ങനെ കളയാതൊക്കെ അറിയാതെ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് വെച്ചേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാര്യത്തിന് ആവശ്യമായി. അപ്പോൾ കണ്ട മിറർ ഞാനിങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തേന് കേട്ടോ. രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എന്താ പറയുക എഡിറ്റിങ്ങിനൊക്കെ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതിന് ഈ വെളിച്ചത്തിൻ്റെയും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല. പിന്നെ അരപ്പട്ടമാണല്ലോ. അപ്പോൾ ഞാനേ നമ്മളെ പുതിയ ഇത് എന്താ പറയുക അവിടെ പെട്ടിന് കേട്ടോ, മെഷീൻ വാങ്ങിയതിൻ്റെ പെട്ടിണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര കട്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ നടുക്കത്തെ ലെയർ എടുത്തിട്ടോ. എന്ന് വെച്ചാൽ അരപ്പട്ട കാരണം ഒന്നും ഒതുങ്ങി നിൽക്കുന്നതാണല്ലോ, അത്ര ബലത്തിൽ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനത് ചീന്തി എടുത്തിട്ട് അതിൽ തന്നെ ഗിൽറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടോ. ഇനി അതിൽ നമുക്ക് മിററൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ കിരീടവും അരപ്പട്ടയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഞങ്ങൾ അയൽവക്കത്തെ ഒരു പെൺകുട്ടി തന്നെ തരാറുണ്ട് കേട്ടോ. കാരണം ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടാക്കിയതൊക്കെ അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് വേണ്ടി തയ്പ്പിച്ചത്. അപ്പോൾ ഇനി അത് ഒപ്പിക്കാൻ, കാരണം കുറച്ച് നേരത്തെ പരിപാടിയല്ലേ. അപ്പോൾ അത് ഒപ്പിക്കുക വെച്ചിട്ട്. സായിയാണ് കൃഷ്ണനാവണത്, സ്ത്രീകുട്ടി രാധയും. സൈഡിന് പിന്നെ കാത് കുത്താത്തോണ്ടേ ആ വേഷങ്ങളൊക്കെ ചേരും. പിന്നെ മുടിയില്ലല്ലോ, മുടി ഉണ്ടാകുമ്പോഴേക്കും കട്ട് ചെയ്ത് കളയല്ലേ. അപ്പോൾ ഞാനിത് നല്ല വേഗം അത് നേരത്തെ എണീച്ചിട്ട് ചായയും കടിയും ചോറൊക്കെ ആക്കി വെച്ചിട്ടോ. എനിക്കറിയാം ഇതിനൊക്കെ വേണ്ടി തിരിഞ്ഞാലേ പിന്നെ നിൽക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടം വല്ലാണ്ട് വന്ന് കരയുന്നു കേട്ടോ. ഇതെല്ലാം എടുത്ത് കളയണം. അപ്പോൾ എനിക്ക് കിരീടത്തിന് ഈ മിറർ മാത്രമായിട്ട് ഭംഗിയുണ്ട്, നല്ല ഭംഗി, നല്ല തിളക്കം. പക്ഷെ ഒരു കളർഫുൾ ആയി ഫീൽ ചെയ്തില്ല. അപ്പം ഞാൻ എന്താ കുറച്ച് ഫാബ്രിക് പെയിനുകൊണ്ട് അവിടെ ഇവിടെ തന്നെ കുത്തിട്ടാണ്ടൊക്കെ ലെവലാക്കാൻ വിചാരിച്ചിട്ടോ. അതേപോലെ തന്നെ അരപ്പട്ടയും തന്നെ ആ മിറർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഫാബ്രിക് പെയിൻറ്റും ഇതാക്കിയിരുന്നു കേട്ടോ. കണ്ടില്ലേ, മനസ്സിലാവണമെങ്കിലേ ഇങ്ങനെയാണ്. അത് കളർ അത്ര മനസ്സിലാവണില്ല. എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം അല്ലേ, ഇത് മതി, ധാരാളമാണ് ഇതൊക്കെ. അപ്പോൾ ഇനി കിരീടമൊക്കെ ഉണ്ടാക്കണവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടൊരു ചിത്രടം പറഞ്ഞിട്ട് ഇതൊക്കെ ഇന്നലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ട് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ. വെറുതെ ഉണ്ടാക്കും, അല്ലാണ്ട് അപ്പോൾ ഇതൊക്കെ കാര്യം വാങ്ങും അല്ലേ. അപ്പോൾ കണ്ട ഞാൻ ഈ അരപ്പട്ടനോട് ബാക്കി വർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എടുപിടിയും ചിലെന്തറിയോ, ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഈ സംഭവം ഉള്ളത്. അതിന് മുന്നേക്ക് മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. പിന്നെ ഞാൻ ആ പണികളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി ഉച്ചയ്ക്ക് ചോറുണ്ട് വന്നിട്ടോ. ശേഷം ഞാൻ ഇവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ 2 കയ്യിലിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചുറ്റും കുത്തും. അതേപോലെ തന്നെ നഖത്തിൻ്റെ വിരലിൻ്റെ തുമ്പത്ത് അത് അങ്ങനെ എന്താ ഡാൻസിനൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ. അതേപോലെ കാലുമ്മലും ചെയ്ത് കൊടുത്തിട്ടോ. അതൊക്കെ എന്തെങ്കിലുമുള്ള പരിപാടി. ഞാൻ ഇവരങ്ങനെ എല്ലാ പരിപാടി ചിത്രനും ഇഷ്ടമല്ല. അങ്ങനെ അധികമായിട്ട് കുട്ടികളെ അങ്ങോട്ട് പുറത്തേക്ക് ഇതാക്കണം ഇഷ്ടമല്ല. അവൻ്റെ ഇതിന് അമ്പലത്തെ പരിപാടിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് ശ്രീകുട്ടിന് മേക്കപ്പ് ഞങ്ങൾ മേക്കപ്പ് തുടങ്ങാനായിട്ടോ. സമയം ഇപ്പോഴേക്ക് 2:30-3 മണി ആയിട്ടുണ്ട്. 4:30ക്കാണ് പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ 3:30 ഞാൻ വേഗം ഞാൻ പരിപാടിയൊക്കെ നോക്കാം. 2 ആളെ വേണം ഒരുക്കുക. ഇങ്ങോട്ടേക്ക് കാശിക്കുട്ടം കരഞ്ഞാൽ ഓനെയും വേണം നോക്കുക. അപ്പോൾ തന്നെ കാശിക്കുട്ടൻ വേഗം പാലം കൊടുത്ത് ഉറക്കിയിട്ടോ. എണീക്കും, കാരണം ചെറിയൊരു സൗണ്ട് കേട്ടാൽ അപ്പം തന്നെ എണീക്കുന്ന ചെക്കനാണ്. അപ്പോൾ കണ്ടല്ലേ, ഈ ശ്രീകുട്ടനെ ആദ്യം ഒരുക്കട്ടെ. നമുക്ക് സായട്ടം കരച്ചിട്ട് തുടങ്ങിയിട്ടോ.
കാരണം ഞാൻ ഇവർക്ക് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ഓക്കും തന്നെ രാധയാവണം. ഞോളെ കൂടി രാധയാക്കണമെങ്കിൽ ഡ്രസ്സിൻ്റെ അല്ല, പക്ഷെ ഓക്ക് രാധയാക്കണമെങ്കിൽ റിസ്ക്കാണ്, കമ്മലൊന്നും ഇല്ലല്ലോ, ചേരൂല. അപ്പം ഇനി ഓളെ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കി, ഷോളൊന്നും റെഡി ആയിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മെല്ലെ ആയിട്ടോ കേൾക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വോയിസിൻ്റെ ഇതുകൊണ്ട് കുട്ടി എണീക്കാൻ വെച്ചിട്ടാണ്. ശ്രീകുട്ടി മാത്രമേ എൻ്റെ കൂടെ അങ്ങനെ നോക്കിയിട്ടുള്ളൂ. സായിട്ടിനും കാശിക്കുട്ടിനൊക്കെ ഉറങ്ങി. സായിട്ടൻ പിന്നെ എണീക്കില്ല, കാരണം നല്ല വലിയ കുട്ടിയതല്ലേ. പക്ഷെ കാശിക്കുട്ടി ചെറിയ സൗണ്ട് കേട്ടാൽ എണീറ്റ് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയാണ്, ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ എണീക്കും. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ തന്നെ മേക്കപ്പ് സെറ്റുകളൊന്നും അവൈലബിൾ അല്ല. എന്താ ജിത്തുകാരന് ഇഷ്ടമല്ല, ആദ്യമേ ഇഷ്ടമല്ല കുട്ടിയെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നല്ലാണ്ട്, പിന്നെ എൻ്റെ മക്കളിത് കണ്ട കുട്ടികളല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഓരോ വീട്ടിൽ നിന്നൊക്കെ ഈ സാധനം കണ്ടത് ഇങ്ങനെ ഇടുകയാണേ. അപ്പോൾ പിന്നെ ജിത്തറിനെ പറ്റാനായിട്ട് ഓരോ കുറേ എടുത്ത് വലിച്ചെറിയും. പിന്നെ അങ്ങനെ ഇങ്ങനെ കൈ കുറേ കളഞ്ഞു, കുറേ ഇല്ല, ആ ഒരു സെറ്റൊക്കെ വാങ്ങി, ഞങ്ങൾ വാങ്ങിയതല്ല, ഇതൊക്കെ വാങ്ങി തന്നാട്ടോ. വാങ്ങി കുട്ടിക്ക് ഓരോ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കൊടുക്കാം, ഞങ്ങൾ മനഃപൂർവ്വം വാങ്ങി കൊടുക്കാതിരിക്കൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ഇവർക്ക് തന്നെ കൺമശി പോലാണ് എഴുതി കൊടുക്കലില്ല. എന്താ വെച്ചാൽ കൺമശി അങ്ങനെ കാശിക്കുട്ടനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാ അങ്ങനെ മുഖത്തൊക്കെ വരയും കുറിട്ട് വയ്ക്കണത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത് ഞാനൊരു ഇത് വായിക്കാനുണ്ടായി, ഡോക്ടറെ എഴുത്ത്. അതായത് കൺമശി ചെയ്യുന്ന സമയത്ത് ഓരോ നമ്മൾ പുരികത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സുഷിരങ്ങളുണ്ട്, അതിലൂടെ കൺമശി നിറഞ്ഞിട്ട് അങ്ങനെ സത്യാറികൾ സത്യം തന്നെ ആയിരിക്കില്ലേ, ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ. സുഷിരങ്ങൾ കൂടെ ഈ കൺമശി നിറഞ്ഞിട്ട് മൂക്കിൻ്റെ അവിടെ എത്തിയിട്ട് അത് അടഞ്ഞ് കിടക്കുന്ന കുട്ടിക്ക് കഫക്കെട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് നന്നായി എന്നെ കാശ് കൊടുക്കാൻ കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. കാരണം ഒന്നാമത് ഞാൻ ഈ കൺമശിക്ക് ഇത് കുറുക്കാത്തതുകൊണ്ട് തന്നെയാണ് ആവും. കൺമശി ഞാൻ വല്ലാണ്ട് ഉപയോഗിക്കലില്ല. അപ്പോൾ കണ്ട ശ്രീകുട്ടിക്ക് അത് നന്നായി പുരിക്ക് എഴുതി. പിന്നെ കണ്ണ് എഴുതാനുണ്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ പൊട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് ചോറിനാൻ പോയിട്ടായിരുന്നു. അത് ഇപ്പോൾ ജിത്തുകാരൻ ഇന്ന് രാവിലെ ഞാൻ കളർ പൊട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന കളർ പൊട്ടുകൾ കേട്ടോ. എന്താ പറയുക, കുറച്ച് ക്വാളിറ്റി കൂടുതൽ ലാസ്റ്റ് ചെയ്യണ ആണോ, ഭയങ്കര ലാസ്റ്റിങ് ആണ് കേട്ടോ പൊട്ട്. ഇത്ര വായിച്ചിട്ടും പോകണില്ല, എനിക്ക് പേടിയായിട്ടോ. കാരണം എന്താ വെച്ചാലേ അങ്ങനെ ഈ കളർ പൊട്ടുകൾക്ക് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് മാത്രം കെമിക്കൽ ഉണ്ടായിട്ടാണല്ലോ. പക്ഷെ നമ്മളെ ഇന്നത്തെ ആവശ്യത്തിന് അതില്ലാണ്ട് പറ്റില്ല. എന്തായാലും ഇന്ന് ഇതൊട്ട് ഉപയോഗിച്ചിട്ടേ ഞാൻ വല്ലാണ്ട് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നിട്ടോ. നല്ല വിലയുണ്ടായിന്, 80 രൂപയോളം അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കണ്ണൊക്കെ എഴുതിട്ടോ. നമ്മളെ വിഷ്ണുവിൻ്റെ താഴത്തെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇതുണ്ടാവില്ല, എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം പിന്നെ അങ്ങനെ ജാതിയൊന്നും വല്ലാണ്ടല്ല, കാരണം നമ്മളെ നാടൊക്കെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടേ നമുക്ക് ജാതിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മെയിൻ റോഡ് വരെ പോവാൻ, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ അല്ല തിരിച്ച് അമ്പലത്തേക്ക് തന്നെ വരാം, അങ്ങനത്തെ ഒരു ഇതാണ് പ്ലാനിങ് ആണുള്ളത്. മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് മക്കളെ അടങ്ങി നിൽക്കുന്നല്ലേ, അവിടെ ചൊറിഞ്ഞു ഇവിടെ ചൊറിഞ്ഞു. അതേപോലെ 2 കയ്യിലും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് ഈ സായിട്ടന്നെ എല്ലാ സ്ഥലത്തും കുട്ടിക്ക് ചൊറിയന്നെ. പിന്നെ ബിഗ് ബിയെ വാങ്ങിയത് അവന് എളുപ്പമായല്ലോ, ഒന്നിട്ട് 10ൻ്റെ നീര് വായിക്കാൻ വെച്ചിട്ട്. കാരണം ഇവർക്കൊന്നും മറ്റേ മൈലാഞ്ചിയൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. എന്താ മേക്കപ്പിൻ്റെ ഇടയിൽ പൊട്ടൊക്കെ ഇട്ട് ശ്രീകുട്ടി വിചാരിച്ചത് കാളിൻ്റെ ഒക്കെ എന്തെങ്കിലും അങ്ങനെയാണല്ലോ കുട്ടികൾ വിചാരിക്കാം. യാതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അങ്ങനത്തെ എന്തോ സംഭവം വെച്ചിട്ട് ഇവൾ അതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടങ്ങി അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ഇടാം. അത്ര പെർഫെക്ഷനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അധികം മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് നമുക്ക് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ, ഇല്ല ഒന്നും പറയില്ല. അല്ല ശ്രീകുട്ടിയൊക്കെ ഇഷ്ടമായില്ലെന്നോ? ശ്രീകുട്ടിക്ക് എല്ലാം ഇഷ്ടമായി. ഇവിടെ മേക്കപ്പിൻ്റെ ആൾക്കാരാണ്. ഞങ്ങൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല കേട്ടോ, എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അച്ഛനൊന്നും നിങ്ങൾക്ക് വാങ്ങി തന്നില്ല അല്ലേ. അവിടെ ലിപ്സ്റ്റിക് ഇടാതെ നാച്ചുറൽ ലിപ്പൊക്കെ ഏതാ പോയെ. എന്നാൽ തന്നെ ഞങ്ങൾക്ക് ഈ സമയം കുറേ പിടിച്ചിട്ടോ. ഇത്രയും ഇതിനിടയ്ക്ക് ശ്രീകുട്ടിയുടെ ചെവിയിൽ ഓരോ രഹസ്യം പറഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ അതും വേണ്ട കേൾക്കുക. പിന്നെ അത് നിൽക്കുന്ന അവൾ മറന്നു പോയാൽ പിന്നെ നമുക്ക് കേൾക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ കണ്ടോ ശ്രീകുട്ടിൻ്റെ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നി ഇവിടെ സൈഡിലും ഉണ്ടല്ലോ പൂക്കളും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഓരോ വരം കൂറും കേട്ടോ. അതിൻ്റെ അവസാനം അതിൻ്റെ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ.
അതുപോലെ മൈലാഞ്ചി ഇത് കണ്ടോ, അങ്ങനെ മൈലാഞ്ചി കിട്ടും. അതേമാതിരി കാലുമല്ലിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം മുടി കെട്ടാൻ നോക്കട്ടെ. മുടി കെട്ടിയിട്ട് വേണം ഈ സായുവിനെ മുടി കെട്ടി ഡ്രസ്സ് ഇടിച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേണം സായട്ടന് പുറപ്പെടിക്കാൻ. എന്ന് വെച്ചാൽ അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ ഇപ്പോഴും മുഖം മാറിയില്ലേ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ തന്നെ ഭയങ്കര പാഷനാണ്. ആ മുടി കെട്ടുന്ന രീതി പറ്റിയിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഒക്കെ കണ്ടോ അങ്ങനെ നല്ല എനിക്കത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കുട്ടികൾ പണ്ടൊക്കെ നമുക്ക് അമ്മമാർ ചെയ്തു തരുന്നതിന് നമുക്ക് ഭയങ്കര കാര്യമല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് ഓരോതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയൻ്റെ കടന്നു കയറ്റി മക്കളൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് അല്ലേ, മക്കൾ വല്ലാണ്ട് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തോന്നലുണ്ട്. എന്താ വെച്ചാൽ പല കാര്യങ്ങളും അപ്പോൾ എന്തെങ്കിലും ഒരു മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ വേണ്ട വേറെ എന്തെങ്കിലും സാധനം വന്നാൽ സ്ത്രീകുട്ടികൾക്ക് അതറിയാം. അതങ്ങനെയല്ല അമ്മ, അതിങ്ങനെയാണ്, അത് അതിനുള്ളതല്ല, അങ്ങനത്തെ പറയാം ഓരോ അഭിപ്രായങ്ങൾ. അതുപോലെ ശരിയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളൊരു മെച്യൂരിറ്റി ഒരു വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഫോണിൽ ഇത് സമയം ഫോൺ തന്നെയല്ലേ കയ്യിൽ. പിന്നെ കുട്ടികളെ മനസ്സ് അങ്ങനെയാണല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഞാനിങ്ങനെ മുടി കെട്ടിയ കുട്ടിക്ക് വല്ലാണ്ട് തൃപ്തിയൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ മതി കുഞ്ഞേ, അല്ലെങ്കിൽ ഇവനൊന്നും നിൽക്കൂല, അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ അമ്മ ഇങ്ങനെ അത് ഇത് പിടിച്ച് നടക്കേണ്ടി വരും, ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെയും ഞെട്ടർ പോകും കേട്ടോ. അപ്പം ഇതിനൊന്നും ഉണ്ടാകുന്ന കേട്ടോ. നമ്മളെല്ലാ അമ്മമാർ ലാസ്റ്റ് പാചകം എട്ടർ പോകും എന്തെങ്കിലും കാട്ടിപ്പോന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നും കേട്ടോ ഉണ്ടോ. നോക്കുകയാണെങ്കിൽ മുടി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മുടിയൊന്നും വാങ്ങിയില്ലല്ലോ നമ്മൾ അല്ലേ, മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ വാങ്ങിയിരുന്നു. നമുക്ക് അങ്ങനെയാണ്, കുറേ മുടി വേണം. അതേപോലെ ഞാൻ സിന്ദൂരിടണം വരെ ഓക്ക് സിന്ദൂരിടണം, ഓക്ക് കല്യാണം കഴിയണം, ഓക്ക് കഴുത്തിൽ താലി വേണം, ഓളെ ആഗ്രഹങ്ങളാണ് അതൊക്കെ. അതൊക്കെ എന്തിനാന്ന് നോക്കാം. ഇതിൻ്റെ അപ്പുറം ഓളെ ചേർന്നറിയോ സിന്ദൂരൊക്കെ ഇട്ട് താലിയൊക്കെ ഇട്ട് നല്ല കല്യാണം കഴിഞ്ഞ പാടും നല്ല സുഖം വിചാരിച്ചിരിക്കാവേ. അപ്പോൾ ഞാനടയ്ക്ക് പറഞ്ഞ കുഞ്ഞ് അതിൻ്റെ അപ്പുറം വലിയൊരു ദുരന്തം കൂടി ഉണ്ട്, ഇത് മനസ്സിലാക്കുന്നൊക്കെ പറയട്ടോ. ഓക്ക് എന്ത് ദുരന്തല്ലേ. അപ്പോൾ കണ്ടതിന് ഓളെ കമ്മൽ മറ്റേ റിങ്ങാട്ടോ, ഗോൾഡ്. അപ്പോൾ ദൂരി കഴിഞ്ഞപ്പോൾ പിന്നെ തട്ടാനത്തേക്ക് തന്നെ പോകേണ്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഊരാതെ തന്നെ ആ കമ്മലിട്ട് അതിനിടയിൽ കൂടെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ കമ്മലിട്ട കൂടി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സമനില ആകെ തെറ്റി പിരിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഓക്ക് പിന്നെ കമ്മൽ കൂടി കൊടുത്ത് കണ്ടപ്പോൾ ഓക്കും തന്നെ ആദ്യമാവണം, ഓക്ക് കമ്മൽ വേണം, ഓക്ക് മുട്ട് വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, തലയിൽ ആ നെറ്റിച്ചുട്ടിയുണ്ട് അത് വേണം. അങ്ങനെ ആകെ സീനായി, കരച്ചിലായി വീഴ്ചയിലായി ഒക്കെ ഒരുവിധം അങ്ങനെയായി. കണ്ണിന് വെള്ളമൊലിക്കും, അപ്പം അത് പരക്കും. പിന്നെ ഞാൻ ചീത്താറയും. അങ്ങനെ ഒരടി കിട്ടിയിട്ടോ. ഒരടി കിട്ടിയതിന് ശേഷമുള്ള മേക്കപ്പ് രംഗങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഓളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, കാതുത്തിലെ ചെന്ന് പോകുന്ന കുട്ടികളാണ്ടാവില്ലല്ലോ. പിന്നെ നോക്കുന്ന തന്നെ പൊട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടോ. അതാണ് കളർ പൊട്ടിൻ്റെ ഇത്. കണ്ണൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ നോക്കിയിട്ടോ. എങ്ങനെയാണെന്ന് ജസ്റ്റ് അങ്ങനെ ഓർമ്മല്ല. ഈ എടിപിടിന്നായിട്ടേ കുറച്ച് മുന്നേ തന്നെ പുറപ്പെടാൻ ഒരുങ്ങണ്ടിരുന്നു. എന്താ അറിയോ, കുട്ടി ഇങ്ങനെ എണീക്കുന്നുണ്ട്. സ്ത്രീക്കുട്ടിയിലൊപ്പം ഉള്ളത് അടങ്ങി കിടക്കണമില്ല, അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും വേണം ശ്രദ്ധിക്കുക, വീഡിയോയ്ക്കും വേണം നോക്കുക. അപ്പോൾ ഒന്ന് വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോരാ എന്ന വീഡിയോയിൽ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഒതുങ്ങിയൊക്കെ സമയമില്ല, ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ പരിപാടി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം ഒതുങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ നടത്താൻ കഴിയും. അപ്പോൾ അതാ ഫൈനൽ ലുക്ക്. ഓളെ മേക്കപ്പും കാര്യം കഴിഞ്ഞ് കുട്ടിക്ക് അരപ്പട്ടയും കൂടി കെട്ടാനുണ്ട്. അത് കെട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജായി നമുക്ക് അമ്പലത്തേക്ക് പോകാം. അപ്പോൾ സമയം 5 മണിയാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ലുക്ക് വന്നിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സായിട്ട് നല്ല മാച്ച് ചെയ്തിരുന്നു കണ്ണൻ്റെ. ശ്രീകുട്ടി നല്ല ലുക്കായിരുന്നു കേട്ടോ അല്ലേ. അത് ഞങ്ങൾ അമ്പലത്തേക്ക് പോണത് എങ്ങോട്ടത്തേക്ക് കാണുന്നത്. സായുവിന് കുറച്ചേരൊക്കെ അങ്ങനെ പറ്റി, പിന്നെ തുടങ്ങിയവള് ഏറിയലൊക്കെ കേട്ടോ. അപ്പോൾ ഈ അരപ്പട്ടം ഉണ്ടാക്കിയതാണ്. പക്ഷേ കിരീടം കണ്ടില്ലേ, അപ്പോൾ മാറ്റം വന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച ആരെങ്കിലും. അതൊക്കെ ജിത്തോട്ടം പിന്നെ വന്ന സമയത്ത് ഒരു കിറ്റ് കൊണ്ടുവന്നിട്ടോ 60 രൂപയ്ക്ക് കിട്ടിയതിൽ അരപ്പട്ടുണ്ട് ചെറുത്. അത് പറ്റില്ല. കിരീടവും അതേപോലെ കയ്യുമ്മ കിടന്ന സാധനം, ഈ ഓടക്കുഴലും, പിന്നെ ഇപ്പം എന്താ ഉണ്ടായിരുന്നത്, അങ്ങനെ 2-3 സാധനങ്ങൾ കിട്ടി 60 രൂപ കേട്ടോ.
അപ്പോൾ ഓരോ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അന്ന് കോയിലൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ, അവിടെ കിട്ടിയപ്പോൾ ഉപകാരമായി. പിന്നെ ഈ വള കണ്ടില്ലേ, വളമൊക്കെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ വളക്കൂടെ വാങ്ങി കേട്ടോ. ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഒപ്പിച്ച് തന്നെയാണ് എല്ലാവരും. ഇതിനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഘോഷയാത്ര പോവുകയാണ്. നമ്മളെ മറ്റേ കൈലാസത്തേക്കാണ്, തിരുവാലി കൈലാസ ക്ഷേത്രത്തേക്കാണ് നമ്മൾ എല്ലാ വർഷവും ഘോഷയാത്ര പോകല്. പക്ഷെ ഇപ്രാവശ്യം നല്ലതൊന്നുമില്ല കേട്ടോ. മെയിൻ റോഡ് വരെ പോകണ രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. നിറച്ച് ജനങ്ങളാണ് കേട്ടോ, നിറച്ച് ജനങ്ങൾ തന്നെയാണ്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ. എല്ലാ പ്രാവശ്യം ഉണ്ടാവലുണ്ട്. പിന്നെ അമ്പലത്തിലെത്തി കണ്ടില്ലേ, ഇനിയിപ്പോൾ ഒരു പ്രദക്ഷിണം വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നു. എന്താ വെച്ചാൽ മക്കൾ നടക്കണം, അമ്മമാരൊന്നും പിന്നാലെ പോരണ്ട കണ്ടപ്പോൾ ഞാനവിടെ ഇരുന്നു കേട്ടോ. കാശുകുട്ടിനെ കൊണ്ടുപോയില്ല, അപ്പോൾ ഉറങ്ങി. ഞാനും കൂട്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേക്കാണ്. അല്ലാതെ ഇവരെ കൊണ്ട് നോക്കലും കാശുകൂട്ടനും എല്ലാവരും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. നമ്മൾ തന്നെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. എന്താ വെച്ചാൽ കുട്ടീനെ നോക്കാൻ വേണ്ടി നമുക്ക് 3 ഒരേ പ്രായമല്ലേ, ഭയങ്കര കൃതികേടാണ്. ഇവരെ ശ്രദ്ധിക്കേണ്ട സമയത്ത് ഇവരും ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ കണ്ടില്ലേ, അമ്പലത്തിലെത്തി. ഞങ്ങളെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ 2 കലാപരിപാടി ഉണ്ട് കേട്ടോ. നമുക്ക് സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. ആകെ ഇരുട്ട് മൂടി തുടങ്ങി. 5 മണിയല്ല കേട്ടോ, 6 സംതിങ് കഴിഞ്ഞു. പിന്നെ അങ്ങനെ 2 ഡാൻസിന് ഇത് കണ്ടു ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ. ഒരു പിറ്റേ ദിവസം ഞാൻ സായുവിനെ കാശിക്കുട്ടിനെ അതേപോലെ ഒരുക്കാൻ നോക്കിയത് കേട്ടോ. അതായത് ഇന്ന് എൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഉണ്ടാവും ഉണ്ണിക്കണ്ണനാണ് ഞങ്ങളെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്ന് പറയാം, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ. താങ്ക് യു.